ഹായ്, വെൽക്കം ടു മാസ്റ്റർ ലേണിംഗ് ഹബ്. നമ്മൾ നോക്കാൻ പോകുന്നത് BCOC 137 കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൻ്റെ 11th യൂണിറ്റ് ആയിട്ടുള്ള വാല്യൂഷൻ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനിയുടെ ഗുഡ്വിൽ എന്ന് പറയുന്നത് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ പോസിറ്റീവ് ഇമേജിനെയാണ് ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഈ ഗുഡ്വിൽ ബിസിനസ്സിന് എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്നതിന്, പ്രോഫിറ്റ് വർദ്ധിപ്പിക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തിലൊക്കെ കൂടെ? ഫേമിൻ്റെ ബ്രാൻഡ് വാല്യൂയിലൂടെയും കസ്റ്റമർ വാലിറ്റിയുടെയും പ്രൊഡക്റ്റ് ക്വാളിറ്റിയിലൂടെയും എന്ത് ലഭിക്കുന്നുണ്ട്? നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ്വിൽ എന്ന് പറയുന്നത്, ഗുഡ്വിൽ എന്താണ്? ഇൻടാഞ്ചിബിൾ അസറ്റാണ്, നമുക്ക് കാണാനോ തൊടുവാനോ സാധിക്കില്ല, പക്ഷേ അത് നമ്മുടെ ബിസിനസ് വാല്യൂയിലേക്ക് ആഡ് ചെയ്യും. ലൈക്ക് എങ്ങനെ? ട്രേഡ് മാർക്ക്, പാറ്റൻ്റൊക്കെ പോലെ. അതുപോലെ ഫ്ലക്ച്വേറ്റിംഗ് വാല്യൂ എന്ന് പറയുമ്പോൾ വാല്യൂ ഓഫ് ഗുഡ്വിൽ ചേഞ്ചസ് ഡ്യൂ ടു ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്. നമ്മൾ ബിസിനസ്സിൽ ഉണ്ടായിരിക്കുന്ന ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് മൂലം ഗുഡ്വില്ലിൻ്റെ വാല്യൂ എന്ത് ചെയ്യും? മാറിക്കൊണ്ടേയിരിക്കും. വാല്യൂഡ് അറ്റ് ദ ടൈം ഓഫ് ബിസിനസ് സെയിലിൻ്റെ സമയത്ത്, നമ്മൾ ബിസിനസ് വിൽക്കുന്ന സമയത്ത് അതിനോടൊപ്പം എന്ത് ചെയ്യും? ഗുഡ്വില്ലിനെ വാല്യൂ ചെയ്യും. അത് പാർട്ട്നേഴ്സ് എക്സിറ്റ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയ പാർട്ട്നേഴ്സ് വരുന്ന സമയത്തോ ചില എക്സെപ്ഷൻസ് ഉണ്ട്. Difficult to value. The valuation of goodwill is challenging because of changing market condition. മാർക്കറ്റ് കണ്ടീഷനിൽ മാറ്റങ്ങൾ വരുന്നതുകൊണ്ട് തന്നെ ഗുഡ്വില്ല് വാല്യൂ ചെയ്യുന്നത് കുറച്ച് ചലഞ്ചിങ് ആണ്. നോ ഒബ്ജക്റ്റീവ് വാല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് വാല്യൂവേഴ്സ് മേ എസ്റ്റിമേറ്റ് ഗുഡ്വിൽ ഡിഫറെൻ്റ്. ഓരോ വാല്യൂസ് എന്ത് ചെയ്യും? ഗുഡ്വില്ലിന് പലതരത്തിലായിരിക്കും ഇതിൻ്റെ വാല്യൂഷൻ നൽകുക. അതുകൊണ്ട് തന്നെ making it a subjective asset. Arise from business reputation. Goodwill increases when business gains recognition for efficient management, location, customer trust. Goodwill എപ്പോഴാണ് വർദ്ധിക്കുന്നത്? ബിസിനസ് അവരുടെ റെക്കഗ്നേഷൻ വർദ്ധിപ്പിക്കുമ്പോഴും എഫിഷ്യൻസി മാനേജ്മെൻറ്റും ലൊക്കേഷനും കസ്റ്റമർ ട്രസ്റ്റും ഒക്കെ വർദ്ധിക്കുന്നതോടൊപ്പം തന്നെ എന്ത് ചെയ്യും? കമ്പനിയുടെ ഗുഡ്വില്ലും വർദ്ധിക്കുന്നതോടൊപ്പം. നേച്ചർ ഓഫ് ഗുഡ്വില്ല് ഫസ്റ്റ് പറഞ്ഞ നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റാണ്. ഡെഫിനൈറ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റബിളി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ വാല്യൂ കണക്കാക്കുന്നത്. ഇതിനെ നമുക്ക് വേറെ തന്നെ ഗുഡ്വില്ല് വേറൊന്നായിട്ട് തന്നെ നമുക്ക് വിൽക്കാൻ സാധിക്കില്ല. കാരണം അത് ബിസിനസ്സിൻ്റെ കൂടെയുള്ള സാധനമായിട്ട് തന്നെ ഇതിനെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി നിർത്താൻ സാധിക്കില്ല. ഇൻക്രീസ് പ്രോഫിറ്റ്. വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഗുഡ്വില്ല് എന്ത് ചെയ്യും? ഗുഡ്വില്ല് കാരണം നമുക്ക് ഹയർ പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. അത് എന്ത് ചെയ്യും? നല്ല ഗുഡ്വില്ലുള്ള എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കമ്പനീസ് ആണെങ്കിൽ കസ്റ്റമർ അട്രാക്ട് ചെയ്യും. അതോടൊപ്പം നമ്മുടെ പ്രോഫിറ്റ് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ബോട്ട് ആൻഡ് സോൾഡ് വിത്ത് ബിസിനസ്. നമ്മൾക്ക് നേരത്തെ പറഞ്ഞു ഗുഡ്വില്ല് സെപ്പറേറ്റ് വിൽക്കാൻ സാധിക്കില്ല. അത് ബിസിനസ്സിൻ്റെ കൂടെ മാത്രമേ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഫുള്ളായിട്ടോ അല്ലെങ്കിൽ പാർഷ്യലി ആയിട്ടായിരിക്കും അതിനെ വിൽക്കുക. ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിൻ്റെ വാല്യൂവിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ലൊക്കേഷൻ. നമ്മൾ നല്ല കറക്റ്റ് കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ലൊക്കേഷൻ നമ്മൾ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഗുഡ്വില്ലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കസ്റ്റമർ കൂടുതൽ അങ്ങോട്ട് വരാനും അതനുസരിച്ചിട്ട് ബിസിനസ് വർദ്ധിക്കാനും ഒക്കെ സാധിക്കും. അപ്പം തന്നെ ലൊക്കേഷൻ ഒരു പ്രൈം ഫാക്ടറാണ് ഗുഡ്വില്ലിൻ്റെ വാല്യൂ വർദ്ധിപ്പിക്കുന്നത്. അതുപോലെ എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റ്, നല്ല വെൽ മാനേജ്മെൻറ്റ് ബിസിനസ്സിന് എന്ത് ചെയ്യും? പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നതിന് സഹായിക്കും. അതോടൊപ്പം ഗുഡ്വില്ലും ബിസിനസ് ലോങ്കവിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ കുറച്ചുകൂടെ പഴക്കം ചെന്ന ബിസിനസ്സൊക്കെ ആകുമ്പം കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ ട്രസ്റ്റ് ഉണ്ട്. അപ്പം അതിൻ്റെ റെപ്യൂട്ടേഷൻ അത് ബെറ്റർ റെപ്യൂട്ടേഷന് കാരണം. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? ഗുഡ്വില്ലും അതോടൊപ്പം വർദ്ധിക്കും. നാച്ചർ ഓഫ് പ്രൊഡക്റ്റ്. എസെൻഷ്യൽ ഗുഡ്സ് അഥവാ ഡെയിലി യൂസ് പ്രൊഡക്റ്റ് ഹാവ് സ്റ്റേബിൾ ഡിമാൻഡ് ഇൻക്രീസ് ഗുഡ്വിൽ. നമ്മൾ ഡെയിലി യൂസ് പ്രൊഡക്റ്റ്സ് ഒക്കെ ആണെങ്കിൽ അതിനൊരു സ്റ്റേബിളായിട്ടുള്ള ഡിമാൻഡ് ഉണ്ട്. അത് എന്ത് ചെയ്യും? നമ്മുടെ ഗുഡ്വില്ല് വർദ്ധിപ്പിക്കാൻ സഹായിക്കും. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടുതൽ റിസ്ക്കുള്ള ബിസിനസ് ആണെങ്കിൽ ഗുഡ്വില്ല് കുറയുന്നതിനും റിസ്ക് കുറയുന്നതിനനുസരിച്ചിട്ട് ഗുഡ്വില്ല് വർദ്ധിക്കാനും സാധിക്കും. അതുപോലെ കോമ്പറ്റീഷൻ. കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗുഡ്വില്ല് എന്ത് ചെയ്യും? റെഡ്യൂസ് ആവും. ലെസ് കോമ്പറ്റീഷൻ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഗുഡ്വില്ല് വർദ്ധിക്കാൻ സഹായിക്കും. പ്രോഫിറ്റ് ട്രെൻഡ്സ്. ഇൻക്രീസിങ് പ്രോഫിറ്റ് ഇംപ്രൂവ് ഗുഡ്വിൽ. ഡിക്ലൈനിങ് പ്രോഫിറ്റ് റെഡ്യൂസ് ഇറ്റ്. പ്രോഫിറ്റ് വർദ്ധിക്കും, നമ്മൾ ഗുഡ്വില്ല് വർദ്ധിക്കും. പ്രോഫിറ്റ് കുറയുമ്പോൾ നമ്മുടെ എന്ത് ചെയ്യും? ഗുഡ്വില്ല് കുറയാനും സാധ്യതയുണ്ട്.
ലൈസൻസ് ആൻഡ് പെർമിറ്റ്, സ്പെഷ്യൽ ബിസിനസ് ലൈസൻസ്, എക്സാമ്പിൾ ഇമ്പോർട്ട് ലൈസൻസ്, ഇൻക്രീസ് ഗുഡ് വിൽ. അതുപോലെ ക്യാപിറ്റൽ റിക്വയർമെൻറ്റ്, ഒരു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള എന്താണ്, എ ബിസിനസ് റിക്വയർ ലെസ് ക്യാപിറ്റൽ വൈൽ ഏർണിംഗ് ദ സെയിം പ്രോഫിറ്റ്, എൻജോയ് ഹയർ ഗുഡ് വിൽ. നീഡ് ഫോർ ഗുഡ് വിൽ വാലുവേഷൻ, നമ്മൾ എന്തിനൊക്കെയാണ് നമ്മൾ ഗുഡ് വിൽ വാലുവേഷൻ കാണേണ്ട ആവശ്യകത എപ്പോഴൊക്കെയാണ്? ചേഞ്ച് ഇൻ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ, പാർട്ട്നേഴ്സ് അവരുടെ എന്താണ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോയിൽ എന്തെങ്കിലും മാറ്റം വരുത്തുമ്പം എന്ത് ചെയ്യണം, നമ്മൾക്ക് അതിൻ്റെ കൂടെ ഇപ്പം ഗുഡ് വില്ലിൻ്റെ വാലുവേഷൻ കണക്കാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ അഡ്മിഷൻ ഓഫ് എ ന്യൂ പാർട്ട്ണർ, എന്താണ് ടു ഡിറ്റർമൈൻ ദ കോൺട്രിബ്യൂഷൻ ഓഫ് ന്യൂ പാർട്ട്ണർ കണക്കാക്കുന്നതിന് നമ്മൾക്ക് ഗുഡ് വില്ലിൻ്റെ വാലുവേഷൻ കണക്കാക്കണം. റിട്ടയർമെൻറ്റ് ഓർ ഡെത്ത് ഓഫ് പാർട്ട്ണറിൻ്റെ ഷെയർ സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി, ബിസിനസ് ഡിസൊല്യൂഷൻ നടക്കുന്ന സമയത്ത്, മെർജിങ് ഫേംസ് തമ്മിൽ മെർജ് ചെയ്യുന്ന സമയത്ത് ഗുഡ് വില്ലിൻ്റെ വാല്യൂ നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ഗുഡ് വിൽ വാലുവേഷൻ 6 മെത്തേഡാണുള്ളത്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്, ആന്വിറ്റി മെത്തേഡ്, പർച്ചേസ് മെത്തേഡ്. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എന്താണ്, ഗുഡ് വിൽ കാൽക്കുലേറ്റ് ചെയ്യുക പാസ്റ്റ് പ്രോഫിറ്റിൻ്റെ ആവറേജ് കണ്ടിട്ടാണ്. വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഹയർ വെയ്റ്റ് ഈസ് ഗിവൺ ടു റീസൺ പ്രോഫിറ്റ്. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ആണെങ്കിൽ ബേസ്ഡ് ഓൺ പ്രോഫിറ്റ് ഏൺഡ് എബോവ് നോർമൽ പ്രോഫിറ്റ്. ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആണെങ്കിൽ ഗുഡ് വിൽ ഡിറ്റർമൈൻഡ് ബൈ ക്യാപിറ്റലൈസിങ് പ്രോഫിറ്റ് ഓർ സൂപ്പർ പ്രോഫിറ്റ്. എന്തൊക്കെയാണ് താഴെ പറയുന്നുണ്ട്. ആന്റിറ്റി മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂച്ചർ സൂപ്പർ പ്രോഫിറ്റ് ആർ ഡിസ്കൗണ്ടഡ് ടു പ്രസൻറ്റ് വാല്യൂ. അതുപോലെ പർച്ചേസ് മെത്തേഡ് എന്ന് പറയുമ്പോൾ ഗുഡ് വിൽ ഈസ് ബേസ്ഡ് ഓൺ എഗ്രീഡ് അപ്പോൺ പ്രൈസ് ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ബയറും സെല്ലറും എഗ്രി ചെയ്തിരിക്കുന്ന എമൗണ്ടിൻ്റെ മുകളിലായിരിക്കും ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്തുക. അപ്പം ഓരോന്നിൻ്റെയും നമുക്ക് നോക്കാം. ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ്, ദിസ് മെത്തേഡ് വാല്യൂ ഗുഡ് വിൽ ബേസ്ഡ് ഓൺ ദ ആവറേജ് പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് ഇയേഴ്സിൽ മുൻ വർഷങ്ങൾ ഉണ്ടായിരിക്കുന്ന പ്രോഫിറ്റിൻ്റെ ആവറേജ് വെച്ചിട്ടാണ് ഗുഡ് വിൽ കണക്കാക്കുക, ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ കണക്കാക്കുക. അപ്പോൾ അതിൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഗുഡ് വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പം നമുക്ക് ഒരു കാൽക്കുലേഷൻ നോക്കാം. അതിന് മുമ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ദ ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് ദ പാസ്റ്റ് ഗിവൺ ഇയേഴ്സിൻ്റെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് കാണണം. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ ആവറേജ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ പ്രോഫിറ്റ് ബൈ നമ്പർ ഓഫ് ഇയേഴ്സ് മൾട്ടിപ്ലൈ ദ ആവറേജ് പ്രോഫിറ്റ് ബൈ ദ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് ടു ഗെറ്റ് ഗുഡ് വിൽ. നമുക്ക് നോക്കാം. ഇപ്പോൾ ഫേം ഹാസ് പ്രോഫിറ്റ് ഓഫ് 3 ഇയേഴ്സ്. 3 ഇയേഴ്സിൻ്റെ ഫേമിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 10,000, 12,000, 14,000 ആണ്. ആൻഡ് ദ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് എങ്ങനെ കാണാം, ഈ പ്രോഫിറ്റൊക്കെ കൂടെ ആഡ് ചെയ്തിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ലഭിക്കും 12,000. ഇനി ഗുഡ് വില്ല് കാണാൻ എന്ത് ചെയ്യണം, ഗുഡ് വില്ലിൻ്റെ ഇതിനെന്ത് ചെയ്യണം, നമുക്ക് കിട്ടിയിരിക്കുന്ന ആവറേജ് പ്രോഫിറ്റിനെ പർച്ചേസ് ഇയറുമായിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗുഡ് വില്ല് കിട്ടും. അപ്പം 12,000 ഇൻറ്റു 3 എത്രയാണ്, 36,000 ആണ് ആവറേജ് നമ്മുടെ ഗുഡ് വില്ലിൻ്റെ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിസ് മെത്തേഡ് കൺസിഡർ ഗുഡ് വിൽ ആസ് ദ വാല്യൂ ഓഫ് പ്രോഫിറ്റ് എക്സീഡിങ് നോർമൽ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ്. അഥവാ ഗുഡ് വില്ല് കണ്ടുപിടിക്കുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്, ബിസിനസ് എക്സ്ട്രാ പ്രോഫിറ്റ് ബിസിനസ് എന്താണ് നോർമലി ഇൻഡസ്ട്രിയിൽ നിന്ന് നോർമലി എക്സ്പെക്റ്റ് ചെയ്യുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ബിസിനസ് നേടും എന്നതിനെ ബേസ് ചെയ്തിട്ടാണ് ഗുഡ് വിൽ ഈസ് ഡിറ്റർമൈൻഡ് ബേസ്ഡ് ഓൺ ദ എക്സ്ട്രാ പ്രോഫിറ്റ്സ് എ ബിസിനസ് ഏൺഡ് ബിയോണ്ട് വാട്ട് ഈസ് നോർമലി എക്സ്പെക്റ്റ് ഇൻ ദ ഇൻഡസ്ട്രി. നമ്മൾ നോർമലി എക്സ്പെക്റ്റ് ചെയ്ത നോർമലി എക്സ്പെക്റ്റ് ചെയ്ത പ്രോഫിറ്റിനേക്കാൾ മുകളിൽ വന്നിരിക്കുന്ന പ്രോഫിറ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഗുഡ് വില്ല് വാല്യുവേഷൻ നടത്തുക. അപ്പോൾ ഫോർമുല എന്ന് പറയുന്നത് ഗുഡ് വിൽ ഈസ് ഈക്വൽ ടു സൂപ്പർ പ്രോഫിറ്റിൻ്റെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പം കമ്പ്യൂട്ടർ നോർമൽ പ്രോഫിറ്റ് എങ്ങനെ കാണുക, നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. അങ്ങനെയാണ് നോർമൽ പ്രോഫിറ്റ് കാണുക. സൂപ്പർ പ്രോഫിറ്റ് എങ്ങനെയാണ് കാണുക, ആക്ച്വൽ പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണ് സൂപ്പർ പ്രോഫിറ്റ്. ഇനി എന്ത് ചെയ്യണം, നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമ്പർ ഓഫ് പർച്ചേസ് ടു ഗെറ്റ് ഗുഡ് വിൽ, നമ്പർ ഓഫ് ഇയർ പർച്ചേസ്
ഈ സൂപ്പർ പ്രോഫിറ്റായിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് ഗുഡ് വില്ല് ലഭിക്കും. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ആക്ച്വൽ പ്രോഫിറ്റ് 25,000 ക്യാപിറ്റൽ എംപ്ലോയിഡ് 1 lakh വേണം. അപ്പോൾ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത് 10% വേണം. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? 3 ആണ്. അപ്പം നോർമൽ പ്രോഫിറ്റ് എത്രയാണ്? 1 lakh ഇൻറ്റു 10% ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,000 കിട്ടും. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 25,000 മൈനസ് 10,000 ഈക്വൽ ടു 50,000. ഗുഡ് വിൽ എത്രയാണ്? 50,000 ഇൻറ്റു 3 45,000 ആണ് നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഗുഡ് വില്ലിൻ്റെ വാല്യുവേഷൻ നമുക്ക് എത്ര ലഭിക്കും? 45,000 ആണ്. ഇനി നെക്സ്റ്റ് ക്യാപിറ്റലൈസേഷൻ മെത്തേഡ്. This method calculates goodwill by capitalizing the actual profit at the normal rate of return. എൻ്റെ ഫോർമുല എന്ന് പറയുന്നത് ഗുഡ്വിൽ കാണുന്നത് ക്യാപിറ്റലൈസ്ഡ് വാല്യൂ മൈനസ് നെറ്റ് അസറ്റ്. അപ്പം കമ്പ്യൂട്ട് ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എങ്ങനെ കണ്ടെത്തുക? ആക്ച്വൽ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ക്യാപിറ്റലൈസ്ഡ് വാല്യൂ കാണുക എങ്ങനെയാണ്? ആക്ച്വൽ പ്രോഫിറ്റ് ഇൻറ്റു 100 ബൈ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഇനി കാൽക്കുലേറ്റ് നെറ്റ് അസറ്റ് എങ്ങനെയാണ് കാണുക? നെറ്റ് അസറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ അസറ്റ് മൈനസ് ലയബിലിറ്റീസ് ആണ്. സബ്ട്രാക്ട് നെറ്റ് അസറ്റ് ഫ്രം ദ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ ടു ഗെറ്റ് ഗുഡ് വില്ല്. നെറ്റ് അസറ്റ് എന്ത് ചെയ്യും? ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ഗുഡ് വിൽ ലഭിക്കും. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ പ്രോഫിറ്റ് 25,000, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10%, ടോട്ടൽ അസറ്റ് 2 lakhും ലയബിലിറ്റീസ് 50,000 അപ്പോൾ ക്യാപിറ്റലൈസ്ഡ് വാല്യൂ എന്ന് പറയുന്നത് 25,000 ഇൻറ്റു 100/10 എത്രയാണ്? 2,50,000 ആണ്. നെറ്റ് അസറ്റ് എന്ന് പറയുന്നത് 2 lakh മൈനസ് 50,000 1,50,000. അപ്പോൾ നമുക്ക് ഗുഡ് വില്ല് കാണാം. ക്യാപിറ്റലൈസ്ഡ് വാല്യൂവിൽ നിന്ന് നമ്മൾ എന്ത് കുറക്കണം? നെറ്റ് അസറ്റ് കുറക്കണം. അപ്പോൾ നമുക്ക് ലഭിക്കും 1 lakh ആണ് ഗുഡ് വില്ല് എന്ന് പറയുന്നത്. ഇനി ആനുറ്റി മെത്തേഡ് എന്ന് പറഞ്ഞാൽ ദിസ് മെത്തേഡ് കൺസിഡർ ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ സൂപ്പർ പ്രോഫിറ്റ് ആസ് എ ഗുഡ് വിൽ. പ്രസൻറ്റ് വാല്യൂ ഗുഡ് വില്ലിൻ്റെ വാല്യൂ ആയിട്ട് എന്താണ്? സൂപ്പർ പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂവിനെയാണ് ഗുഡ് വില്ലായിട്ട് കണക്കാക്കുന്നത്. ഫോർമുല എങ്ങനെയാണ്? സൂപ്പർ പ്രോഫിറ്റിൻ്റെ പ്രസൻറ്റ് വാല്യൂ ഓഫ് ആനുറ്റി ഫാക്ടർ. അപ്പം എങ്ങനെയാണ് കണ്ടുപിടുത്തുക? കമ്പ്യൂട്ട് സൂപ്പർ പ്രോഫിറ്റ് ആസ് ഇൻ ദ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ ഫൈൻഡ് ദ പ്രസൻറ്റ് വാല്യൂ ഓഫ് ദ ആനുറ്റി ഫാക്ടർ ഫോർ ദ ഗിവൺ ഇയേഴ്സ് ആൻഡ് ഡിസ്കൗണ്ട് റേറ്റ് മൾട്ടിപ്ലൈ ദ സൂപ്പർ പ്രോഫിറ്റ് ബൈ ദ ആനുറ്റി ഫാക്ടർ. എക്സാമ്പിൾ കൊടുത്തു. ഇപ്പം ഇഫ് പ്രോഫിറ്റ് 15,000 ആണെങ്കിൽ ആനുറ്റി ഫാക്ടർ ഫോർ 3 years അറ്റ് 10% ആണ്. അപ്പം 2.487 ആണ്. ഗുഡ് വിൽ വരുന്നത് എത്രയാണ്? 50,000 ഇൻറ്റു 2.487. അപ്പോൾ എത്രയാണ് ലഭിക്കുക? 37,305. ഇതിനൊന്നുകൂടെ ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ആൻറ്റി മെത്തേഡ് ഒന്നുകൂടെ വിവരിക്കുന്നുണ്ട് ഇവിടെ. ദിസ് മെത്തേഡ് ഡിറ്റർമൈൻ ഗുഡ് വിൽ ബൈ ക്യാപിറ്റലൈസിങ് either സൂപ്പർ പ്രോഫിറ്റ് ഓർ ആവറേജ് പ്രോഫിറ്റ്. ഈ മെത്തേഡിൽ എന്താണ്? ഗുഡ് വില്ലിനെ ക്യാപിറ്റലൈസ് ചെയ്യണം. ഒന്നെങ്കിൽ സൂപ്പർ പ്രോഫിറ്റ് ആയോ അല്ലെങ്കിൽ ആവറേജ് പ്രോഫിറ്റ് ആയോ. ദിസ് അപ്രോച്ച് എസ്റ്റിമേറ്റ് ഹൗ മച്ച് ക്യാപിറ്റൽ വുഡ് ബി നീഡഡ് ടു ജനറേറ്റ് ദോസ് പ്രോഫിറ്റ് അറ്റ് നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ. ഈ ഒരു അപ്രോച്ചിലൂടെ, ക്യാപിറ്റലൈസേഷൻ മെത്തേഡിലൂടെ എന്താണ് ചെയ്യുന്നത്? എത്ര ക്യാപിറ്റൽ നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള ജനറേറ്റ് ചെയ്യാൻ സാധിക്കും. നോർമൽ റേറ്റ് ഓഫ് റിട്ടേണിൽ നമ്മൾക്ക് എത്രത്തോളം ക്യാപിറ്റൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൽ നിന്ന് എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ഈ അപ്രോച്ചിലൂടെ. ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ സ്റ്റെപ്പ് 1 കാൽക്കുലേറ്റ് സൂപ്പർ പ്രോഫിറ്റ് ആദ്യം കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2 കമ്പ്യൂട്ട് ഗുഡ് വിൽ. അപ്പോൾ എക്സാമ്പിൾ ആക്ച്വൽ ആവറേജ് പ്രോഫിറ്റ് ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് 60,000, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 10% ആണ്. അപ്പോൾ ആക്ച്വൽ ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? 4,50,000. അപ്പം നോർമൽ പ്രോഫിറ്റ് 45,000. സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 60,000 മൈനസ് 45,000 എത്രയാണ്? 15,000 ആണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ ഗുഡ് വിൽ എത്രയാണ്? ഇതിൻ്റെ കാൽക്കുലേഷൻ മിസ്സായിട്ടുണ്ട്. ടെക്സ്റ്റിലൊന്ന് നോക്കുക, സെയിം ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഇവിടെയും കാൽക്കുലേഷൻ മിസ്സായിട്ടുണ്ട്.
ആനുറ്റി മെത്തേഡിൽ ദിസ് മെത്തേഡ് കൺസിഡർ ദ ടൈം വാല്യൂ ഓഫ് മണി ഡിസ്കൗണ്ടിങ് ഫ്യൂച്ചർ സൂപ്പർ പ്രോഫിറ്റ് ആണ്. ആദ്യം നമ്മൾ സൂപ്പർ പ്രോഫിറ്റ് കണ്ടെത്തതിന് ശേഷം ഗുഡ് വില്ല് കാണാം. അപ്പം മുകളിൽ പറഞ്ഞ സെയിം തന്നെയാണ്. സൂപ്പർ പ്രോഫിറ്റ് 8000, ആനുറ്റി വാല്യൂ എന്ന് പറയുന്നത് 4 വർഷത്തേക്ക് അറ്റ് 5% 3.79 ആണ്. അപ്പോൾ സൊല്യൂഷൻ എങ്ങനെയാണ്? 8,000 ഇൻറ്റു 3.79 30,320 ആണ് ഗുഡ് വിൽ വരുന്ന ആനുറ്റി മെത്തേഡിൽ. ഇതിൻ്റെ കാൽക്കുലേഷനിൽ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ഫിഗർ മിസ്സായിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റിലൊന്ന് നോക്കുക. അടുത്ത പർച്ചേസ് മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ് വില്ല് എങ്ങനെയാണ് കണ്ടെത്തുക? ഗുഡ് വിൽ ഈസ് ദ എക്സ്ട്രാ എമൗണ്ട് എ ബയർ ഈസ് വില്ലിംഗ് ടു പേ ഫോർ ബിസിനസ് എബോവ് ദ വാല്യൂ ഓഫ് ഇറ്റ്സ് നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റിനേക്കാൾ മുകളിൽ ബയർ എന്താണ് ഗുഡ് വില്ലിന് It means the goodwill is the extra amount a buyer is willing to pay for a business above the value of it net asset. നെറ്റ് അസറ്റിനേക്കാളും കൂടുതൽ ഗുഡ്വില്ലിന് ബയർ കൊടുക്കുന്ന എമൗണ്ട് ആണ്. ദിസ് മെത്തേഡ് ഡിറ്റർമൈൻസ് ഗുഡ്വിൽ ആസ് ദ എക്സസ് ഓഫ് പർച്ചേസ് കൺസിഡറേഷൻ ഓവർ ദ നെറ്റ് അസറ്റ്. നെറ്റ് അസറ്റിനേക്കാൾ എന്തായിരിക്കും? കൂടുതലായിരിക്കും ഗുഡ്വില്ലിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഫസ്റ്റ് നമുക്ക് കണ്ടെത്തേണ്ട നെറ്റ് അസറ്റ് കണ്ടുപിടിക്കുക. സ്റ്റെപ്പ് 2 നമ്മൾ ഗുഡ്വില്ല് കണ്ടെത്തുക. പർച്ചേസ് കൺസിഡറേഷൻ 3 ലാഖും നെറ്റ് അസറ്റ് 2,50,500 ആണെങ്കിൽ ഗുഡ് വിൽ എത്രയായിരിക്കും? 3 ലാഖ് മൈനസ് നെറ്റ് അസറ്റിൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും 47,500 ആണ് എന്താണ് ഗുഡ് വില്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്.